അപ്പോൾ നമുക്ക് ADF ഫുഡ്സിൻ്റെ ചാർട്ട് നമുക്ക് അനാലിസിസ് നടത്തി നോക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇതിനകത്ത് നമുക്ക് പല എൻട്രികളെ പറ്റിയും എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് പല പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പം ആ ഒരു ചിലത് ഒരുപാട് എണ്ണം മുകളിലോട്ടും പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആ ഒരു വീഡിയോസ് എല്ലാം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ എന്ന് കരുതിയിട്ട് നമ്മുടെ എല്ലാ ചാർട്ടും അങ്ങ് മുകളിലോട്ട് പോകും ഒരിക്കലും സ്റ്റോപ്പ് ലോസ് അടിക്കത്തില്ലെന്നല്ല. സ്റ്റോപ്പ് ലോസ് അടിക്കും. നമ്മളെപ്പോഴും അത് നമ്മുടെ റിസ്ക് മാനേജ് ചെയ്യുക. എപ്പോഴും ചെറിയ റിസ്ക് മാത്രം എപ്പോഴും കയറുക. നമ്മുടെ റിസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു കപ്പാസിറ്റിയാണ്, മനസ്സിലാവും. നിങ്ങളുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് എപ്പോഴും ലോജിക്കൽ സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രം എൻട്രി എടുക്കുക. അപ്പം ADF ഫുഡ്സിൻ്റെ ചാർട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം. എന്നാൽ 2010 സെപ്റ്റംബറാന്ന് തോന്നുന്നു. 2010 സെപ്റ്റംബർ താഴോട്ട് നോക്കി. അപ്പോൾ ആ ക്രോസ് ലൈൻ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ അതിൻ്റെ മാറ്റി നോക്കുമ്പോൾ നീങ്ങുന്നുണ്ടോ. ഇപ്പോൾ ഒരു 2010 മുതലുള്ളൊരു ചാർട്ടാണ്. ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു അപ്പ് മൂവ്മെൻ്റാണ് തന്നേക്കുന്നത്. ഡോൾഫിനെ വരച്ചതല്ല, തിമിംഗലത്തെ വരച്ചതല്ല, അത് ഒരു അപ്പ് മൂവ്മെൻ്റാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ഇത് പ്രൈസ് ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും പ്രൈസിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഹിസ്റ്ററി എപ്പോഴും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നതാണ്. അതൊരു വിശ്വാസമാണ്. കാരണം അങ്ങനെ തന്നെ എപ്പോഴും നടക്കുമെന്നുള്ളത്. അങ്ങനെ അല്ലാതെ നടന്നിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസും ഉണ്ട്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ഷെയറിൽ എന്തെങ്കിലും ഒരു കുഴപ്പങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ വ്യൂവിന് ഓപ്പോസിറ്റ് അതെന്തായാലും പോവല്ലോ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. റിസ്ക് മാനേജ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സർവൈവ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എപ്പോഴും ഓർക്കുക, ഷെയർ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമ്മുടെ വരയെക്കൂടോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ വെച്ചിട്ടൊന്നും അല്ല പോകുന്നത്. അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണോ അതിനോടൊപ്പം നമ്മൾ ജസ്റ്റ് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോഫിറ്റൊക്കെ നമുക്കും കിട്ടും. പിന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ച് നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റട്ടെ. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഇതാണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു, സപ്പോർട്ട് വരച്ചു കണ്ടോ. അതേ കൂടെ തന്നെ ആയി പോയേക്കുന്നത്. ഈ കാണുന്ന ഈ സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കോവിഡിൻ്റെ പക്ഷെ തിരിച്ച് കയറിയിട്ടുണ്ട് കണ്ടോ. സ്ട്രോങ് ആയിട്ട് തന്നെ അത് തിരിച്ച് കയറിയിട്ടുണ്ട്. പിന്നെ ഇതിന് നമുക്കൊരു റെസിസ്റ്റൻസ് നമുക്ക് വരയ്ക്കണം. എന്താ റെസിസ്റ്റൻസ് വരച്ചിട്ടുണ്ട്. പിന്നെ അത് പല എൻട്രികൾ മുമ്പ് വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ഏരിയ കണ്ടോ, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു എൻട്രി എടുത്തവർ എന്തോരം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ എൻട്രി എടുത്തിട്ടുള്ളവർ, ഈ ഒരു എൻട്രി കണ്ടുപിടിച്ചിട്ടുള്ളവർ. കാരണം ചിലപ്പോൾ ഈ ഒരു എൻട്രി ചിലപ്പോൾ നമുക്ക് ഈ ഒരു 2 ലൈൻ നമ്മളിത് ഹൊറിസോണ്ടലായിട്ട് ജസ്റ്റ് ഈ ഒരു ഭാഗത്തായിരിക്കും വരച്ചേക്കുന്നത്. അതായത് ഈ ഒരു 2 ലൈൻ കിട്ടിയപ്പോഴായിരിക്കും ചിലർ വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുക. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുവാണ് ഇതൊന്ന് ബ്രേക്ക് ആകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കയറിയിട്ടുള്ളവരെങ്ങനെ ചിലപ്പോൾ ചിലവർക്ക് ലെക്കിന് തൊട്ട് മുമ്പ് ഈ ഒരു ഏരിയയിലൊക്കെ ചിലവർ കിട്ടും. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ഒരുമാതിരി ഈ പ്രൈസ് ആക്ഷൻ വെച്ച് ചെയ്യുന്ന കുറേ പേര് അവർ ഈ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യും. ഞാനും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഞാനായിട്ട് പറയുന്നതല്ല, വലിയ വലിയ ആൾക്കാർ ചെയ്യുന്ന അങ്ങനെയാണ്. വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യും. എന്നിട്ട് ആ ഒരു എൻട്രി കിട്ടുന്നിടം വരെ അലേർട്ടൊക്കെ ഇട്ട് അവർ വെയിറ്റ് ചെയ്യും. മനസ്സിലാവും. അപ്പോൾ നിങ്ങളും അത് തന്നെ ഫോളോ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് മിസ്സായി പോകത്തില്ല. അല്ലാതെ അവസാന നിമിഷത്തേക്ക് ഒരു സ്ക്രീനറിന് വേണ്ടിയിട്ട് നോക്കി നിൽക്കാതിരിക്കുക. പിന്നെ നമ്മുടെ ചാനലിനകത്തും നമുക്ക് എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതുപോട്ടെ, നമുക്ക് ഇവിടെ ഒരു എൻട്രി ഇതുണ്ടോ. ഇവിടെ നമുക്കൊരു എൻട്രി കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നേക്കുന്നുണ്ടോ. എന്തെല്ലാം നല്ല എൻട്രികൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നുണ്ടോ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഈ ഈ ചാനൽ വരച്ചേക്കുന്നതുണ്ടോ. ഈ ബ്ലൂ ലൈൻ ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്ന 2 ചാനലില്ലേ, ആ ഒരു ഇവിടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു ചാനൽ വരെ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാമായിരുന്നു. കണ്ടോ, അതെത്രയാണെന്ന് ഞാൻ പറയാം. കണ്ടോ, ഒരു 100% പോട്ടെ. 100 നിങ്ങൾ പിടിച്ചില്ലെങ്കിലും, 200 നിങ്ങൾ പിടിച്ചില്ലെന്നുണ്ടെങ്കിലും ഇതാ ഒരു 100 പോട്ടെ, ഒരു 100 നിങ്ങൾക്ക് ഒപ്പിക്കായിരുന്നല്ലോ. ആ ഒരു ലൈൻ വരെ ഹോൾഡ് ചെയ്യാൻ ധൈര്യമില്ല. കാരണം ഞാനും പലപ്പോഴും ചിലപ്പോൾ ആ ഒരു ലൈൻ വരെ ഞാനങ്ങനെ ചിലപ്പോൾ അങ്ങനെ വെച്ചില്ലെന്ന് വരും. കാരണം അത് വേറൊന്നുമല്ല, ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ റിവേഴ്സിൽ വന്നാലോ ചിലപ്പോൾ ഞാനൊരു പ്രൈസ് ആക്ഷൻ മാത്രം നോക്കിയിട്ട് ചിലപ്പോൾ അതിൽ എക്സിറ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോകും. പക്ഷെ അതൊന്നും നമ്മൾ അറിയാണ്ട് ആവശ്യമില്ല. പോട്ടെ, അറിയാതെ കൈ കൊണ്ട് പോയതാ ലൈൻ. അപ്പം ഇനിയൊന്ന് നോക്കി, ബാക്കി വരാൻ പോകുന്ന കാര്യങ്ങൾ നോക്കി. ആ സെയിം പാറ്റേൺ തന്നെ ഇവിടെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരിക കണ്ടോ. ഇവിടെ ഒരു മൂവ്മെൻറ്റ് നടന്നാലും, ഇവിടെ ഒരു ബ്രേക്ക് നടന്നാലും ഈ തൊട്ട് മുമ്പ് കണ്ട് ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ വരെ വന്ന പോലെ, ഇവിടെ ഇങ്ങനെ വന്ന പോലെ നമുക്ക് നമ്മുടെ വ്യൂ ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ ചിലപ്പോൾ കിട്ടിയേക്കും.
അപ്പം ഈ ഒരു ചാനലിനകത്ത് തന്നെ ഇങ്ങനെ നിന്ന് പോകാനാണ് ചാൻസ് കൂടുതൽ. മനസ്സിലായോ? ഈ എല്ലാം ഒന്ന് ഞാൻ എറേസ് ചെയ്ത് കളയാം ഈ ഒരു ലൈനല്ല. അപ്പം ഓർത്ത് വെക്കുക, അത് കണ്ടോ, അത് 2 വട്ടം അതങ്ങനെ നടന്നു. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ നടന്നേക്കാം. മനസ്സിലായോ? അപ്പോൾ നമുക്കത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ചിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മടിക്കാതെ എൻട്രി എടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. കാരണം വെച്ചാൽ ഈ നെഗറ്റീവായിട്ട് നടന്നാലൊന്നും പേടിച്ച്, അല്ലാതെ പഠിച്ച് തികഞ്ഞോ എന്നുള്ള രീതിയിലൊന്നും പേടിച്ചിരിക്കുകയൊന്നും വേണം. നിങ്ങളുടെ ഒരു വ്യൂ കൃത്യമായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രി എടുക്കുക. കാരണം കൂടിപ്പോയാൽ നിങ്ങളുടെ, ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു നഷ്ടപ്പെടുത്താവുന്നൊരു പൈസ മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. പോട്ടെ, അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചെന്നങ്ങ് വിചാരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഓർക്കുക, അടുത്ത കാര്യം, ഇവിടെ താഴെ മേടിച്ചിട്ടുള്ളവർ വിൽക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട. കാര്യം അത് ഇങ്ങനെ തന്നെ ഒരു മൂവ്മെൻറ്റിനുള്ള ചാൻസ് തന്നെ നല്ല രീതിക്കുണ്ട്. പിന്നെ നമ്മൾ അലേർട്ട് ആവേണ്ട സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദാണ്ട് ഇവിടെ ഈ ഒരു റെഡ് ലൈൻ, ഇതെല്ലാം പോട്ടെ, ഈ ഒരു റെഡ് ലൈൻ, ഈ താഴത്തെ ഈ ഒരു റെഡ് ലൈൻ അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകാൻ നോക്കിയാൽ ഈ ഒരു ചാനലിലെ മൊത്തം കളി മാറും. കാരണം ആ ഒരു മൂവ്മെൻറ്റ് പിന്നെ വേറൊരു രീതിയിലോട്ട് പോകും. പിന്നെ അല്ല, നമുക്ക് ആ ഒരു സമയം കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവർക്കും നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം പിന്നെ നമുക്ക് അതിനകത്തോടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് വരച്ച് വെക്കാം. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയൊരു റെസിസ്റ്റൻസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. കണ്ടോ, ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് നമുക്കിവിടെ ചേർത്ത് വരയ്ക്കാൻ പറ്റി. ഇവിടെ അതെല്ലാം പോട്ടെ, ഇവിടെ നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ ഈ ഒരു ബ്രേക്ക് ഔട്ട് കൃത്യം പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഒരു വ്യൂ കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാത്രം വെയിറ്റ് ചെയ്യുക, നിങ്ങളൊരു എൻട്രി എടുക്കുക. അപ്പോൾ അത് ഓൾമോസ്റ്റ് നമുക്കൊരു നല്ലൊരു പെർസെൻറ്റേജ്, ഇവിടെ ഒരു നല്ലൊരു പെർസെൻറ്റേജിനടുത്തുള്ളൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്കത് കിട്ടും. മനസ്സിലായോ? ലോങ് ടേം ഹോൾഡ് ചെയ്യുന്നവർക്ക് അതിന് ചെയ്യാം. കാരണം അത് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല, ചെയ്യേണ്ടവർക്ക് ചെയ്യാം, പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം പ്രോപ്പർ റിസ്ക് റിവാർഡ് വെച്ച് മാത്രം എൻട്രി എടുക്കുക. ADF ഫുഡ്സ് അതിൻ്റെ ഫോട്ടോ ഞാൻ തുടക്കത്തിൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാം, അതിൻ്റെ മറ്റേ ഈ സ്ക്രീനറിൻ്റെ. അതെ, കാരണം പേരോ അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ഓൾറെഡി പുറകെ തന്നെ നമുക്ക് കാണും, ഞാനൊരു വാട്ടർമാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു ലൈൻ, ഈ ഒരു റെഡ് ലൈൻ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇത് ബ്രേക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യമൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അതായത് അത് നിങ്ങൾ കമൻറ്റായിട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി. പിന്നെ അതൊക്കെ എത്താൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും. അത് ഒന്നാമത് വീക്കിലി ടൈം ഫ്രെയിമാണ്. നമ്മൾ ഇച്ചിരി ലോങ് ടൈം വ്യൂ ആണ് നോക്കുന്നത്. അല്ലാതെ കയറിയ പൈസ ഉണ്ടാക്കിയെന്നുള്ളൊരു സംഭവം അല്ലാതെ ചിലത് നമ്മൾ ഇച്ചിരി ലോങ് ടൈം വ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ ഫണ്ടമെൻ്റലൊക്കെ വലിയ തരക്കേടില്ലാത്ത രീതിയിൽ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ നോക്കിയുള്ളൂ. അങ്ങനെ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞ് നോക്കിയൊന്നുമില്ല. പ്രൈസ് ആക്ഷൻ മാത്രമേ ഞാൻ ഈ സ്വിങ്ങിനകത്ത് നോക്കാറുള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.